എഐക്കെതിരായ നിലപാട് തൃശൂർ സമ്മേളനത്തിലും ആവർത്തിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. എഐക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടും. എഐ ഉപയോഗിക്കുമ്പോൾ കുത്തക മൂലധനം കൂടുമെന്നും കുറെ ആളുകളുടെ തൊഴിൽ നഷ്ടമാകുമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. കുത്തകകളുടെ ഉൽപാദനോപാധിക്ക് കരുത്ത് പകരുന്നതാകും എഐ എന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. ഇവിടെ എഐ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? കുത്തക മുതലാളിത്തത്തിൻ്റെ ലാഭം, നേരത്തെ പറഞ്ഞ മിച്ചമൂല്യ വിഹിതം വലിയ രീതിയിൽ കൂടാൻ പോവുകയും അവർ തന്നെ പറയുന്നത് പോലെ 10-60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനിടയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ ശാസ്ത്രത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം, ഈ ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന ഉൽപാദനോപാധികളെല്ലാം ഈ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുക. വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുക. അതിൻ്റെ അർത്ഥം അടുത്ത കൊല്ലാവുമ്പോഴേക്ക്, അതിൻ്റെ അപ്പുറത്തെ കൊല്ലാവുമ്പോഴേക്ക്, അല്ല അടുത്ത 10 കൊല്ലം കൊണ്ട് ഇതെല്ലാം മാറി പുതിയ രീതിയിലേക്ക് മാറുമെന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് കാലം പിടിക്കും. പക്ഷേ ഈ വൈരുദ്ധ്യം കൂടുകയാണ് ചെയ്യുക. മാർക്സ് പറഞ്ഞതുപോലെ സോഷ്യലിസത്തിലേക്കുള്ള യാത്ര ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെതിരായിട്ടുള്ള, സമൂഹത്തിന് മൊത്തം എതിരായിട്ടുള്ള കടന്നാക്രമത്തെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ അവരെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ എഐ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാനാവണം. സിപിഐഎം തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതീതി സമ്മേളനത്തിന് തുടക്കമായിട്ടുണ്ട്. സെക്രട്ടറി എം.വി. ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ എഐ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം സംസാരിച്ചത്. കഴിഞ്ഞ 3 വർഷത്തെ ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി എം.എം. വർഗീസ് അവതരിപ്പിക്കും. ജില്ലയിലെ 434 പ്രതിനിധികളിൽ നിന്നുമായി 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ളവർ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റിൽ ഉൾപ്പെടെ എഐക്ക് വേണ്ടി പ്രത്യേകം തുക വകയിരുത്തുന്ന സാഹചര്യത്തിലാണ് പാർട്ടി പക്ഷേ എഐക്ക് എതിരെ ആയ നിലപാട് വീണ്ടും ആവർത്തിക്കുന്നത്. വിശദാംശം. കുറിച്ചും അത് ഭാവിയിൽ മനുഷ്യന് അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് പ്രതികൂലമാകുമെന്നുള്ള ഒരു ആധുനിക ടെക്നോളജിയാണ് എഐ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. അതുതന്നെയാണ് ഇന്ന് നടന്ന തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലും, അതായത് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലും എം.വി. ഗോവിന്ദൻ ആവർത്തിച്ചത്. എഐക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തപ്പെടും. എഐ ഉപയോഗിക്കുമ്പോൾ കുത്തക മൂലധനം കൂടും. കുറെ ആളുകളുടെ തൊഴിൽ നഷ്ടത്തിന് എഐ ഇടയാക്കും. ഉൽപാദനോപാധിക്ക് കരുത്ത് പകരുന്ന സംവിധാനമാണ് എഐ എങ്കിലും ഭാവിയിൽ അത് വലിയ സമരങ്ങൾക്ക് കാരണമായി തീരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ സാർവദേശീയം, ദേശീയം, അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയങ്ങളടക്കം അത്തരത്തിലുള്ള വിഷയങ്ങളിലടക്കം വളരെ വലിയ രീതിയിൽ ഒരു നീണ്ട പ്രസംഗമാണ് നടത്തിയത്. പുതുതായി വന്ന അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ചെയ്തികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ എം.വി. ഗോവിന്ദൻ ദേശീയ രാഷ്ട്രീയത്തിലെയും സംസ്ഥാന രാഷ്ട്രീയത്തിലെയും സുപ്രധാന വിഷയങ്ങളിൽ കുറിച്ച് സംസാരിച്ചു. ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP നേട്ടമുണ്ടാക്കിയതിന് കാരണക്കാർ കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ CPM മുന്നോട്ട് വെച്ച ഒരു നിലപാടായിരുന്നു എല്ലാ സംസ്ഥാന തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും BJPക്ക് എതിരായിട്ടുള്ളൊരു കൂട്ടുകെട്ട്. അതിന് തകർത്തെറിഞ്ഞത് കോൺഗ്രസ് ആണ്. ആ തകർത്തെറിഞ്ഞ കോൺഗ്രസിന്റെ നിലപാട് മൂലമാണ് ഡൽഹിയിൽ കോൺഗ്രസിന് നിലം തൊടാതിരിക്കേണ്ടി വന്ന സാഹചര്യമെന്നും അദ്ദേഹം പറയുന്നു. കേന്ദ്ര ബജറ്റിനെ നിശിതമായ ഭാഷയിലാണ് വിമർശിച്ചത്. വയനാട് ഉൾപ്പെടെയുള്ള കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടുള്ള കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ജില്ലാതലങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകർ വാർത്തയാക്കുന്നത് CPMന്റെ സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളെക്കുറിച്ചാണ്. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും പാർട്ടിയുടെ ഭാഗമാണ്. അത് വാർത്തയായി ചിത്രീകരിക്കുന്ന അതിൽ ആശ്വാസം കൊള്ളുകയാണ് മാധ്യമങ്ങളെന്നും എം.വി. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന വിശദമായ പ്രസംഗമാണ് നടത്തിയത്. അല്പസമയങ്ങൾക്ക് മുമ്പ് പ്രസംഗം അവസാനിച്ചു. ഇപ്പോൾ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. സംഘടനാ റിപ്പോർട്ടിന്മേൽ കഴിഞ്ഞ 3 വർഷ കാലയളവിലെ ജില്ലയിലെ സമരസംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം.എം. വർഗീസ് അവതരിപ്പിക്കും. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരണവും നടക്കും. ജില്ലയിൽ
പങ്കെടുക്കുന്ന ജില്ലയിലെ 47,000-ൽ പരം പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 434 പേരിൽ നിന്നുമായി 17 ഏരിയ കമ്മിറ്റികളിലുള്ള ആളുകളാണ് തുടർന്ന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുക. ഇന്ന് അല്പസമയങ്ങൾക്കകം ആരംഭിക്കുന്ന ചർച്ച നാളെ വൈകിട്ടോടുകൂടിയായിരിക്കും സമാപിക്കുക. മറ്റന്നാളായിരിക്കും സമ്മേളനത്തിന്റെ സമാപനം നടക്കുക. നിശിതമായ വിമർശനം എന്നുള്ളൊരു പ്രതീക്ഷയാണ് അത്തരത്തിലാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഉണ്ടാകേണ്ട വിമർശനങ്ങളെ കുറിച്ച് തുറന്നു പറയണമെന്നുള്ള ആവശ്യവും സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ആരംഭിച്ചു. ഏതായാലും ഇപ്പോൾ ഉദ്ഘാടന സെക്ഷൻ പൂർത്തീകരിച്ചുകൊണ്ട് സംഘടനാ റിപ്പോർട്ട് അവതരണത്തിലേക്കും ചർച്ചകളിലേക്കും നടക്കുകയാണ് CPM-ന്റെ തൃശൂർ ജില്ലാ സമ്മേളനം. വിജീഷ്.